മെയിനായിട്ട് രണ്ടുപേരെ എടുത്ത് പറയാൻ വേറൊന്നുമല്ല, അത്രയും ദൂരേന്ന് വരുമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ നമ്മൾ വിളിച്ചതിൽ 95% പേരും എല്ലാ തിരക്കും മാറ്റി വെച്ച് വന്ന്, കൂടാതെ മഴയും കൂടെ ആയിരുന്നു കേട്ടോ. ഇതാവുമ്പോ കറക്റ്റ് ആവാ, ഇച്ചിരി ചെറുതാ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഉണ്ണിമോള് ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റി. ഞങ്ങൾ വിളിച്ച എല്ലാവരും, എനിക്കൊരു 100-95% പേരും വന്നിട്ടുണ്ട്. എല്ലാ തിരക്കും മാറ്റി വെച്ച് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഗിഫ്റ്റ് നമുക്ക് ഉണ്ണിമോളുടെ ബർത്ത്ഡേക്ക് കിട്ടിയതായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ദൈവത്തിന്റെ സഹായം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളുടെ ഉണ്ണിമോളുടെ ആദ്യത്തെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ആരുടെയും കയ്യിൽ നിന്ന് ഒരു പോലും വാങ്ങാതെ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നടത്താൻ പറ്റി. അതിൽ നിങ്ങളും കൂടെയാണ് വലിയ പങ്കാളികൾ. ഇന്നത്തെ വീഡിയോ ആണ് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ. ആദ്യം നമുക്ക് ഈ ഗിഫ്റ്റ് പൊട്ടിക്കാം. ഇതിനകത്ത് ഒരു കറുത്ത കറുത്തയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ ഒരു ബ്ലാക്ക് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പൊട്ടിച്ചോ. തന്ന ആളെ ഒന്നും ഓർമ്മില്ല, കാരണം ഞങ്ങൾ ഇത്രയും ഗിഫ്റ്റ് കിട്ടുമെന്ന് പോലും പ്രതീക്ഷയല്ല. ഓരോരുത്തർ ഇങ്ങനെ കയ്യിൽ കൊണ്ട് തന്നപ്പോ വളരെ സന്തോഷമായി. പിന്നെ ഗിഫ്റ്റ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി കാരണം ഇത്രയും ഗിഫ്റ്റ് ഒക്കെ ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ണിമോക്കല്ലേ കല്യാണത്തിന് പോലും ഞങ്ങള് ഗിഫ്റ്റ് ഒന്നും അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആര് തന്നേന്നൊന്നും ഓർമ്മയില്ല. ഇത് ആര് തന്നാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം. പക്ഷെ പറഞ്ഞ ബ്ലൂ ഉണ്ട്. അത് കൊള്ളാം, നല്ല ഭാഗം. ഇത് ഉണ്ണിമോളുടെ കാര്യമാണ്. ഇതൊരു വണ്ടിയാണ് ഉണ്ണിമോക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഉണ്ണിമോക്ക് ഇതല്ല, ഇതേപോലത്തെ ജീപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഉണ്ണിമോളുടെ ബർത്ത്ഡേ തലേന്ന് ഞങ്ങൾ അടൂര് പോയപ്പോ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല. അത് ഞങ്ങളുടെ വലിയ ഉണ്ണിമോക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കില്ലേ. അപ്പൊ അത് ഞങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ദൈവം ചിലപ്പോൾ ഇതേപോലത്തെ ഒരു വണ്ടി, ചെറിയൊരു വണ്ടി, ആ മോഡൽ അല്ലേ പോലും ചെറിയൊരു വണ്ടി ഞങ്ങൾക്ക് വേറൊരാൾ വഴി തന്നത്. ഉണ്ണിമോളോടെ ഇവിടെ ചായ വാങ്ങിച്ചോണ്ട് പാല് വാങ്ങണേ, ചായ ഇടാൻ. പിന്നെ ഗൈസ്, ഇതും നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആട്ടോ. ഇതും പാവയാണ്. നിങ്ങൾക്ക് എത്ര പാവയാണ്? എന്റെ പാവി കണ്ടുപോലെ ഇതെന്റെ പാവയാണ്, എന്റെ പാവയാണ് കുഞ്ഞിമോളെ, എന്റെ പാവയാണ്. അയ്യോ എന്റെ പാവയെ കൊണ്ടുപോണേ. ഇത് ഫ്രോക്ക് ആയിരിക്കോ ജീൻസ് മോഡൽ ആയിരിക്കോ? ഫ്രോക്ക്. ഇതാണ് അടുത്ത നമുക്ക് കിട്ടിയ ഫ്രോക്ക്. ഇത് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു റെഡ് കളർ കൂടെ ഉണ്ട്. നമുക്ക് റെഡ് ഒക്കെ കുറവാ. അടുത്ത ഗിഫ്റ്റ് എല്ലാരും ഫ്രോക്കാണേ. ഹായ്, സൂപ്പർ സൂപ്പർ. ഇത് കൊള്ളാം. ഫ്രോക്ക് ആയിരിക്കോ? നിക്കറും ഉണ്ട്, ഉടുപ്പുണ്ട്. ഇതൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും അല്ലേ? എന്നാൽ ഇടാൻ പറ്റുമായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ഇത്. ഞാൻ വേറെ 2 ഗിഫ്റ്റ് എടുത്ത് പറഞ്ഞോട്ടെ. അപ്പൊ ബാക്കിയുള്ളവർക്ക് സങ്കടമാവും. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഗൈസ്, ഞാൻ മെയിനായിട്ട് രണ്ടുപേരെ എടുത്ത് പറയാൻ വേറൊന്നുമല്ല, അത്രയും ദൂരേന്ന് വന്നതായതുകൊണ്ടാണ് പറയുന്നത്. ഈ പാവയുടെ ഈ ഒരു ഗിഫ്റ്റും എനിക്ക് എന്റെ സഫ കൊണ്ട് തന്നെ, സഫേന്റെ ഉണ്ണി സഫയോട് കൊണ്ട്. സഫ ആരും നിങ്ങൾക്ക് ചിന്തിക്കുന്നതായിരിക്കും
ഞാൻ പണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സ്കൂളിൽ പോയപ്പോൾ ഉള്ള എന്റെ കൂട്ടുകാരിയാണ് സഭ. അവളും അവളുടെ അമ്മയും അനിയത്തിയും കൂടെ ഇവിടെ ഉമ്മുമോളുടെ ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. അതിലുപരി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ വരുന്നത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അവള് കൊണ്ടുവന്നതാണ് ഈ ഗിഫ്റ്റ് കേട്ടോ. ആ ഒരു പാവേ നൈസ്. ഇത് കോട്ടാണ് ഗൈസ്. നമുക്ക് കോട്ടുള്ള ഉടുപ്പ് കിട്ടും. കണ്ടാ ഈ ഫ്രോക്കിന് കോട്ടായത് നല്ല രസമുണ്ടേ, നല്ല ഭംഗിയുണ്ട്. അപ്പം അവള് കൊണ്ടുവന്നതാട്ടോ ഇത്. അത് ഞാൻ എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. എനിക്ക് വേറെ ആരെയും അങ്ങനെ വിളിക്കാനില്ലായിരുന്നു. അപ്പൊ അവര് വരുമെന്നുണ്ട് ഞാൻ വിചാരിച്ചതും ഇല്ല. അപ്പം അവളും അവളുടെ ഉമ്മയൊക്കെ കൊണ്ടുവന്നതാണ് ഈ ഡ്രസ്സ്. ബാക്കി കുറച്ചു പേരെയൊന്നും ഓർക്കുന്നില്ല, അതുകൊണ്ടാട്ടെ വേറെ ആരൊന്നും പറയാത്തെ. കാരണം ഒരാളെന്ന് പറയുമ്പോ സങ്കടം വന്നാലോ, പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഈ ഒരു ഗിഫ്റ്റ് അത് അത്രയും കൂടിയെന്ന് വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഇതൊരു കവറ്, അതിന്റെ അകത്ത് വേറൊരു കവറ്. ആ മോഡേണായി, മോഡേണായി. ആളിച്ചിരി വലുതായിട്ട് ഇതൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫോട്ടോ എല്ലാം വരുന്നതായിരിക്കും. ആ വരുന്ന്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ഉടുപ്പ് നമ്മള് സ്റ്റൈലായി സ്റ്റൈൽ മഞ്ഞൻ. പച്ച 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 ഇതൊക്കെ നമ്മൾ എടുത്തായിരുന്നു. ആ ഇതിന്റെ സെയിം വേറൊരു പച്ച അടിച്ചിട്ട് മുമ്പ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഞാൻ ആലോചിക്കാൻ വീണ്ടും വന്നു. എനിക്ക് വന്ന് ഒരേ കടയിലായിരിക്കും കേറിയിട്ട് ഒരേപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട രണ്ടുപേരും ഇവിടെ വന്നിരുന്നു. ഞാൻ പറയും കേട്ടോ, ഇതെന്റെ ശ്രേയന്റെ അമ്മ കൊണ്ടുവന്നത്, എന്റെ മമ്മി കൊണ്ടുവന്നതാണ് ഈട. അപ്പൊ തിരുവനന്തപുരത്താണ് അവരും വന്നത്. നിനക്ക് ശരിക്കും മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പൊ ഇത് കണ്ടിട്ട് പറയാം ഇതാണ് ഇതും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പുറത്താ എത്ര ഉണ്ട്. അടുത്ത ഡ്രസ്, പിന്നെ ഈ നിക്കണം പാന്റ്. സൂപ്പറാ അമ്മച്ചിക്കിടാൻ സൂപ്പറാ. എന്തുണ്ടെങ്കിൽ സെയിം ഡ്രസ്. അച്ഛനും പറയുന്ന ഡ്രസ് ഉണ്ണേനും പറയുന്ന അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ണിമോക്ക് എല്ലാരും സമ്മാനം കൊണ്ടുവന്നു. ഉണ്ണിമോക്ക് ജന്മം കൊടുത്ത് എനിക്ക് ആരും സമ്മാനം കൊണ്ടുവന്നില്ല. അപ്പൊ എനിക്കിതാ ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് ഉണ്ണിമോളുടെ ബർത്ത്ഡേക്ക്. ഇത് ലാർജാണ്, എനിക്ക് സൈസ് അല്ല, എന്നാലും ഞാനിത് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. ഒരു ഷർട്ട്, പച്ച ഷർട്ട്, ഇലയുള്ള ഷർട്ട്. ബാക്കില് അത് മോഡലേ നല്ല ഭംഗിയുണ്ട്. അടുത്ത ഗിഫ്റ്റ് നമുക്ക് അവിടെ നിന്ന് എനിക്കൊന്ന് ഒരാള് തന്നെ 2 ഗിഫ്റ്റ് ഉണ്ടോന്നായിരിക്കും. അത് നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഈ സമ്മാനം പൊട്ടിക്കുകയാണ്. അതും കൊള്ളാം. ഇതൊക്കെ പിന്നെ ഉണ്ണിമോക്കി വിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട്. എന്തോ ഇതുപോലെ തരണോ? ഫാഷൻ ഗെയിം അടുത്ത നമുക്ക് കിട്ടിയ ഉണ്ണിമോളുടെ ഡ്രസ്സാണ്. ശ്യാമണ്ണ വന്നിട്ടുണ്ട്. ശ്യാമണ്ണ വലിയ രീതിക്ക് നമ്മുടെ ഉണ്ണിമോക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് ശ്യാമണ്ണ എത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉണ്ണിമോക്ക് കിട്ടിയിരിക്കുന്നതാണ് ഇതല്ലേ ഒരു വെള്ള ടീഷർട്ട്, പിന്നെ ഒരു പിങ്ക് ടീഷർട്ട്, പിന്നെ ഒരു വെള്ള ടീഷർട്ട്, പിന്നെ ഒരു നിക്കറ്, പിന്നെ റോബർ ഉടുപ്പ്. അടുത്ത ഗിഫ്റ്റ് ഇത് ഏത് കളറായിരിക്കും ഒന്ന് ഗസ് ചെയ്യും.
ഇതിനകത്ത് സാധനം നമുക്ക് കിട്ടാത്ത വെറൈറ്റി കളറാ ഏതാ അത് കുഞ്ഞിന്റെ പോ ഗ്രേ കാപ്പിപ്പൊടി ഗ്രേ ഈ ഇങ്ങനെ ഗ്രേ നൈസ് എടുക്കേ അത് കൊള്ളാം. നല്ലൊരു നല്ലത് ചെയ്തു. ഈ കളറൊന്നും നോക്കില്ല Light നിറമൊക്കെ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ എല്ലാ കടയുടെ പേരും പക്ഷെ ചിലത് വലുതാണ്ടാ നല്ല ഇച്ചിരി വലുതായി കഴിയുമ്പോഴേ ഇത് വേണ്ട, ഇത് വേണ്ട. ഒരു കവറിൽ 2 സമ്മാനം അപ്പൊ ചിന്തിക്കണം 2 പേരായിരിക്കും ഉണ്ണിക്കുട്ട സ്ഥലത്ത് സൂപ്പർ അടിപൊളി ഡ്രസ് അതിന്റെ ഇതുണ്ട് തിരിയുണ്ട് ബോയൊക്കെ കൊള്ളാല്ലേ ചെടിയുണ്ട് ചെറിയല്ലേ പൂവ് ഇത് അടിപൊളി ചോപ്പ് അത് 3 വയസ്സിലെ നമുക്ക് ഇച്ചിരി വലുത് നമ്മൾ പെട്ടെന്ന് വണ്ണം വെക്കൂ അതിന്റെ തന്നെ നിക്കറും ഉണ്ട് ഏത് കടയിലാണ് എടുത്തത്? നല്ല കളക്ഷൻസ് നമ്മള് പോകുമ്പോ കിട്ടത്തുമില്ല എന്റെ അമ്മ വാങ്ങിയിട്ടുള്ളതാണ് കൊലുസ് നമ്മൾ അവർക്ക് കൊലുസ് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ അവർക്ക് വേറൊരു സാധനം വാങ്ങിയോണ്ട് ഞങ്ങൾ കൊലുസ് വാങ്ങില്ല തരൂ മറ്റു പ്രത്യേകം പറഞ്ഞു വാങ്ങണം ദാണ്ടെ ഒരു മോതിരം. ദാണ്ടേ ഒരു മോതിരം ദാണ്ടെ ഒരു മോതിരം. ഇത് അവർക്ക് കറക്റ്റ് അളവാ ഇത് ഇച്ചിരി ചെറുതാ നേരെ നിന്റെ കയ്യിൽ നമ്മുടെ മോതിരം ഗൈസ് ഇത് എനിക്ക് വാങ്ങിച്ചെന്ന മോതിര പിന്നെ ഒരു വള. ഇത്രയാണ് ഉണ്ണിമോക്ക് ഇട്ടിരുന്നത് ഞങ്ങള് ഇത് ഉണ്ണിമോക്ക് എന്തായാലും ഇത് ഈ 2 വളയും കൂടെ വെച്ച് കുറച്ച് പൈസ ഇട്ടിട്ട് ഒരു വളയോ അങ്ങനെ എന്തെങ്കിലും ആക്കുന്നതായിരിക്കും കാരണം മോതിരം അവിടെ എപ്പോ വേണമെങ്കിലും കൈ തപ്പുന്നോണ്ട് വായിലോട്ട് പോകാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു വരുമെന്ന് തന്നെ വിചാരിച്ചു പക്ഷെ നമ്മൾ വിളിച്ചതിൽ 95% പേരും എല്ലാ തിരക്കും മാറ്റി വെച്ച് വന്ന് കൂടാതെ മഴയും കൂടെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാൻ ബൈ.